കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം ഒരു മിടുക്കനാരും ഉണ്ണിക്കണ്ണങ്ങനെ നിൽക്കാണ്. കുഞ്ഞിക്കാലുമല്ല അതാ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണം എടുത്തിട്ടുണ്ട്, കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മുല്ലമുട്ട മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകള് തൊളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കൈ അരയിൽ കുത്തി നിൽക്കുകയാണ്. വലത്തെ കൈയിൽ ഒരു വെണ്ണൂർല, അതിങ്ങനെ വെണ്ണൂർല ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വായൻ്റെ അടുത്താണ് ആ വെണ്ണൂർല. ഒരു കടി കടിച്ചിട്ട് കണ്ണ് വെണ്ണൂർലയും പിടിച്ച് നിൽക്കണം. ആ ഭാവത്തിൽ നല്ല ഭംഗിയുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിൻ്റെ മുകളിൽ രണ്ട് തിരുമുടി മാലകൾ വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടൊന്ന്, പിന്നെ തെച്ചിപ്പൂവും മാത്രമായിട്ടൊന്ന്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഉണ്ടമാല. അതെങ്ങനെ വെച്ചാൽ വെളുത്ത പൂക്കളും നല്ല ചുവപ്പുള്ള തെച്ചി ഇങ്ങനെ ഇടകലർ നല്ല കട്ടിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. നല്ല കൗതുകമുണ്ട് കാണാൻ. ഉണ്ടമാല കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. പൊന്നുണ്ണി കണ്ണനെ കാണാനും നല്ല ഭംഗിയുണ്ട്. ആ വെണ്ണൂറിലെ കടിച്ചുകൊണ്ടുള്ള അന്നിപ്പ് കാണാൻ തന്നെ കൗതുക. അതുപോലെ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ടതാ 5-6 ഉണ്ടമാലകൾ. ചുവന്ന താമരയോണ്ടുള്ള ഒരു ഉണ്ടമാല, പിന്നെ വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടൊരു ഉണ്ടമാല, പിന്നെ താമര തുളസിയായിട്ടൊരു ഉണ്ടമാല, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് 3 ഉണ്ടമാല. 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയുണ്ട്. ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ വെണ്ണയ്ക്ക് ഒരു കടിയും കൊടുത്ത്, വെണ്ണൂറിലേക്ക് ഒരു കടിയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. നല്ല കൗതുകമുണ്ട് കാണാൻ. മിടുക്കൻ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. കാലൊച്ചപ്പാടുകൂടാതടവൊടു തണലിൽ സൗഖ്യമായിട്ടുറങ്ങും കാലിക്കുഞ്ഞിൻ്റെ പിന്നിൽ കളവൊടു കളിയായി ചെന്നു കൈകൊണ്ട് മെല്ലെ വാലി സ്പർശിക്കേ വല്ലാതത് ഓടിടുമ്പോൾ അതിന്മേൽ ചേലിൽ തൂങ്ങിച്ചിരിക്കും വലിയ വികൃതിയാം ബാലനാലംബനം മേ. ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ. ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ വെണ്ണൂറിലേയും കടിച്ചുകൊണ്ടാണ് നിൽക്കണത്. കയ്യിലൊരു വെണ്ണൂറിലുണ്ട്, അതിലൊരു കടിയും കൊടുത്ത് അങ്ങനെ വയറെടുത്ത് തന്നെയാണ് പിടിച്ചിരിക്കണം. അങ്ങനെയൊക്കെ വെണ്ണയും കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൊന്നുണ്ണി കണ്ണൻ. ആ വെണ്ണക്കണ്ണനെ മനസ്സങ്ങനെ സ്മരിച്ചോട്ട് നല്ല സന്തോഷവും. അത്ര മിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ. എന്തോ ഒരു വികൃതി ഒപ്പിച്ചിട്ട് പശുക്കുട്ടിയുടെ വാലുമ്മ തൂങ്ങിയിട്ടുള്ള വികൃതിയും കഴിഞ്ഞിട്ട് ആ വെണ്ണൂറിലേക്ക് കഴിച്ച് നിൽക്കണം. നല്ല പുഞ്ചിരിയാണ് ഞാൻ ഒപ്പിച്ചേ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ നിൽക്കണം. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിലങ്ങനെ വീട് നമസ്കരിക്കുക. ആ തിരുമുഖം നോക്കുക. ആ കള്ളച്ചിരിയോട് കൂടി അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാനൊന്നും ചെയ്തില്ല, ഏത് ഭാഗത്തിൽ വെണ്ണയും കഴിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനത്തെ ആ വികൃതിയായ ഉണ്ണിക്കണ്ണനെ വീണങ്ങോട്ട് നമസ്കരിക്കുക. തൃപ്പാദം രണ്ട് മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി. എന്താ പുഞ്ചിരി, നല്ല കള്ളത്തരായുള്ള പുഞ്ചിരി. അതൊക്കെ കൗതുകാട്ടോ ഗുരുവായൂരപ്പ. ഞങ്ങൾക്ക് സന്തോഷമാണ്. ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കല്ലേ. ആ സച്ചിദാനന്ദ കണ്ട് നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടാണ് ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദം പിടിച്ച് ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.